അരികിൽ പതിയിടനെഞ്ചാരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ നീണം മഴയേ ഒരു കാണാൻ കൊള്ളാവുന്ന ചെറുക്കനെ കണ്ടതേ ഉള്ളു. അപ്പോഴത്തേക്ക് ഇമാജിനേഷനിൽ അരികിൽ പതിയൊക്കെ ഡുവറ്റ് അടിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു ലച്ചു, നീ കട്ട് പറഞ്ഞത് കൊള്ളാം. ഒരു 10 സെക്കൻഡ് ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് ഇവൾ എന്തൊക്കെയാണ് ഇമാജിൻ ചെയ്ത് കൂട്ടിയത്. ഇനിയൊരു 10 സെക്കൻഡ് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ കിടന്ന് പ്രസവിച്ചേനെ. അതെ, എക്സ്ക്യൂസ് മീ. എന്താ? അത് നിങ്ങൾ ഈ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതല്ലേ? അപ്പോൾ ഈ കാണുന്ന ചെറുക്കന അതിനകത്ത് കണ്ടായിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാനും കണ്ടിട്ടില്ല. ഈ ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു. അവൻ്റെ ആ കാണുന്ന ടീ ഷോപ്പിലോട്ട് പോയിട്ടുണ്ട്. ഓ, താങ്ക് യു സോ മച്ച്. താനില്ലായിരുന്നെങ്കിൽ സ്റ്റേഷൻ മുഴുവൻ ഞാൻ അവനെ തപ്പി നടക്കേണ്ടി വന്നേനെ. ഇവരുടെ കോഴിത്തരം കൊണ്ട് ആദ്യമായിട്ട് ഒരാൾക്കൊരു ഉപകാരം ഉണ്ടാകുന്നത്. ഓക്കെ. അല്ല, നിങ്ങൾ തോട്ടക്കരയെ പറ്റി പറയുന്ന കേട്ടു, അങ്ങോട്ടാണോ? അതെ, ഞങ്ങളുടെ വീട് അവിടെ. തോട്ടക്കരയിലോ? എൻ്റെ വീടും അവിടെയാ. 10-21 വർഷം ഞാനവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇത്രയും ലുക്കുള്ള ചേട്ടൻ എൻ്റെ കണ്ണിൽ പെട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ എന്താ താനിപ്പോൾ പറഞ്ഞത്? വെൽ, യു ആർ പ്രിറ്റി ഹാൻസം. അവളത് മുഖത്ത് നോക്കി പറഞ്ഞടി. ആർ യു ഫ്ലോട്ടിംഗ് വിത്ത് മീ? വൈ നോട്ട്? കർത്താവ്, ഈ കൊച്ചത് എന്തിനുള്ള പുറപ്പാടാ? കൃഷ്ണ അവളെ പിടിച്ച് മാറ്റിക്കേ. ഞാനും അത്ര മോശമൊന്നുമല്ല കേട്ടോ. നിക്ക്. ഏതായാലും അവളുടെ മരുന്നിന്റെ ടേസ്റ്റ് അവള് തന്നെ ഒന്ന് അറിയട്ടെ. ഓ സോറി, ഐ മീൻ യുവർ നെയിം. തൻ്റെ പേരെന്തുവാ? തൻവി കിഷോർ. തൻവി? ദാറ്റ്സ് ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ലൈക്ക് യു. തൻവി കിഷോർ, തൻവി ധ്രുവ്. മാച്ചില്ല, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? താനെന്താ പറഞ്ഞു വന്ന് എനിക്ക് മനസ്സിലായില്ല. ഓ സോറി, എൻ്റെ പേര് ധ്രുവ്. ഇപ്പം മനസ്സിലായോ? ദൈവമേ, ഇതെന്നേക്കാളും വലുതാണല്ലോ. സമ്മതിക്കത്തില്ല. യോ ആനിക്ക്, ഞാനിവിടെ സ്റ്റോറിൻ്റെ അടുത്തുണ്ട്, ഒന്ന് പെട്ടെന്ന് വരുമോ? ശരി, പെട്ടെന്ന് വരാം. യാ അരികാത്തോ കൊസേമസ്ത. അരികാത്തോ. കുരുപ്പ് സമ്മതിക്കത്തില്ല. തൻവി, കാണാൻ കേട്ടോ. എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? എന്തിനാടി ഇങ്ങനെ ചിരിക്കുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ല, നീയൊക്കെ അവിടെ പഴമഴകിയ പോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് പിടിച്ച് മാറ്റിക്കൂടായിരുന്നു? അല്ലെങ്കിൽ നിനക്കിതെൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ഇപ്പം ഏതായാലും കിട്ടിയപ്പോഴത്തേക്കും തൃപ്തിയായി കാണുമല്ലോ. സംതൃപ്തി. എന്നാലും അങ്ങേര് തിരിച്ച് പ്ലോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതാണ് പറയണത്, ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവറെന്ന്. മതി, ഇനി ഇവിടെ നിന്ന് വേർക്കണ്ട. വാ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ടാക്സി പിടിച്ച് ആ ജംഗ്ഷനിൽ ഇപ്പോൾ ഇറങ്ങാം. അവിടെ നിന്ന് ഏതായാലും കുറച്ച് നടന്നാൽ മതിയല്ലോ. ഇനി അതൊക്കെയാ നടക്കത്തുള്ളൂ. ഇപ്പം തന്നെ പോകണോ? എന്നാൽ നീ ഇവിടെ നിന്നോ. എന്നിട്ട് നിന്റെ വെള്ള ഷർട്ടിട്ട് ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ കൂട്ടത്തിൽ അങ്ങോട്ട് വന്നേച്ചാൽ മതി. അല്ല പിന്നെ വരണുണ്ടെങ്കിൽ വരാൻ നോക്ക് പെണ്ണേ. നീ എന്തിനാടി എന്നെ കടിച്ചു തരാൻ വേണേ? അല്ല, പറഞ്ഞ പോലെ ആ ചേച്ചി ഇറങ്ങിക്കാണോ? എൻ്റെ പൊന്നു ലച്ചു, അതാരാണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നീ മിക്കവാറും ഞങ്ങൾക്ക് വീട്ടുകാരുടെ പോയി നടുമേടിച്ച് തരും. നീ എന്തെങ്കിലും പറഞ്ഞോ? എനിക്ക് നന്നായിട്ട് വിശക്കണം, വേഗം വീട്ടിൽ പോവാം. അങ്ങനെ അവരങ്ങോട്ട് പോയി. അല്ല, കുറച്ചും ഇവിടെ വന്ന് ഡയലോഗ് അടിച്ചിട്ട് പോയൊരു പൂവൻ കോഴി ഉണ്ടായിരുന്നല്ലോ. അങ്ങേരെ എങ്ങോട്ട് പോയി നോക്കണ്ടേ? ബാ, ഫോളോ മീ, ഞാൻ കാണിച്ചു തരാം. ചേട്ടാ, മര്യാദക്ക് അവിടെ ഒരു പെങ്കൊച്ചുമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന എന്നെ ഇങ്ങോട്ട് വേഗം വന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇവനിത് എങ്ങോട്ട് പോയി? യോ ആനിക്ക്, ദേ നിൽക്കണം. ഡാ, നിന്നെ എവിടെയൊക്കെ നോക്കി, നീ ഇത് എവിടെ ആയിരുന്നു?
അത് ഞാൻ ഈ കടയിലേക്ക് കയറിയതാ. ഏതായാലും വേഗം വരാൻ നോക്ക്, ബാക്കിയൊക്കെ പോണ വഴിക്ക് പറയാം. ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശന്നിട്ടും വരാം. വാ പോവാം. അല്ല ബ്രോ, അന്നൊക്കെ എങ്ങനെയുണ്ട്? അവൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ? ഞാൻ ജപ്പാനിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റായിട്ട് 1 വർഷമായി. അതിനുശേഷം ഇപ്പോഴാണ് നമ്മളൊന്ന് കാണുന്നത്. എന്നിട്ട് നീ ചോദിക്കണമെങ്കിലോ, ഞാൻ എയർപോർട്ട് വരെ നിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അവളുടെ സുഖവിവരം. നമ്മളൊക്കെ അത്രയല്ലേ ഉള്ളു. ആനിക്കേ എൻ്റെ പൊന്നോ, ഞാൻ നിന്നോട് വിളിച്ചപ്പോഴേ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും എന്നെ ആനിക്ക് എന്ന് വിളിക്കരുതെന്ന്. കേൾക്കണവർക്ക് വിയേർഡായിട്ട് തോന്നൂടാ ബ്രോ. നിനക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായല്ലോ. വീട്ടിൽ പറഞ്ഞുള്ളതിനോട് എത്ര പറഞ്ഞിട്ട് ആര് കേൾക്കാനായിട്ട്. പിന്നെ അവസാനം ഞാൻ ആ കാര്യം അങ്ങ് വിട്ട്. സ്വാഭാവികം. അല്ല, അവളിവിടെ വന്നിട്ട് വല്ല ഗുലുമാലും ഒപ്പിച്ചോ? അത് പറയാനായിട്ട് ഞാൻ നിന്നെ രാവിലെ വിളിച്ചായിരുന്നു. അപ്പം നീ ബിസി ആയിരുന്നു, പിന്നെ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു. അത് ഞാൻ ഇറങ്ങിയെന്ന് പറയാനായിട്ട് ആനന്ദിനെ വിളിച്ചതായിരുന്നു. അല്ല, അവളെന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ? എൻ്റെ പൊന്നടാ, ഞങ്ങളുടെ അനിയനില്ലേ ആദി, ശ്രീദേവി എൻ്റെ ഇടമോൻ. അവനിവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അന്ന ഫോണിൽ നരൂട്ടോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആസ് യൂഷ്വൽ. ഇത് കണ്ടപ്പോഴത്തേക്കും ആദ്യമാണെങ്കിൽ വെറുതെ ഒരു തമാശക്ക് അന്ന ചേച്ചി കാർട്ടൂൺ കാണണമെന്ന് വിളിച്ച് പറഞ്ഞു. അത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ദൈവമേ, അവളാ കൊച്ചിനെ കൊന്നു കാണുമല്ലോ. എന്തോ ഭാഗ്യത്തിന് കൂടുതലൊന്നും ചെയ്തില്ല. കാർട്ടൂൺ എല്ലാടെ തേണ്ടി അത് ആനിമയാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ നിന്ന് വെച്ച് മുട്ടക്കറിക്കകത്ത് മുക്കി വിട്ട്. നൂറായുസ തല്ലിക്കൊന്നാലും ചാവത്തില്ല. ദേണ്ട വിളിക്കണ്. ഹലോ ഏട്ടാ, ഇവിടെ വരെ ഒന്ന് വരാമോ? നിന്റെ സ്വന്തം എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? നീ അതവിടാ? ഞാൻ ആശുപത്രിയില. മൂക്കിന്റെ പാല ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് ഡോക്ടറെ പറഞ്ഞത്. അതാ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. രാവിലെ എന്നെ മുഖം പിടിച്ച് മുട്ടക്കറിയും മുക്കിയപ്പോഴത്തേക്ക് നിന്റെ മൂക്കിന്റെ പാല ഒടിഞ്ഞു പോയോ? എടാ ചെറുക്ക, ഓവറാക്കിയാലുണ്ടല്ലോ നിന്റെ ആ ഒടിയാത്ത മൂക്കിന്റെ പാല ഞാൻ തല്ലി ഓടിക്കും. അല്ല പിന്നെ നീ ആ ഫോണിൽ വന്നേ. ധ്രുവേ, നീ വീട്ടിലായിട്ട് വാ. എടാ കണ്ണാ, എന്താടാ പ്രശ്നം? ആദ്യക്ക് എന്നാ പറ്റി? നീ ഒന്ന് തെളിച്ച് പറ. ഇടാ, ആ തെണ്ടിയില്ലേ, ആ ഇടമംഗലത്തെ കാർത്തി, അവൻ നമ്മുടെ ചെറുക്കൻ്റെ മേത്ത് കൈവച്ച്. എന്ത് കാര്യത്തിന്? അത് പറഞ്ഞ പോലെ അവൻ എന്തിനാടാ നിന്നെ പിടിച്ച് തല്ലിയത്? അപ്പൊ ഇത്ര നേരമായിട്ട് നീ അതുപോലും തിരക്കിയില്ലേ? കൊള്ളാം. നീ ഒരു കാര്യം ചെയ്യേ, അവിടെ നിന്ന് ഇപ്പം ഇറങ്ങാമെങ്കിൽ നിങ്ങൾ വീട്ടിലോട്ട് വാ. ഞാൻ നമ്മുടെ എർവിനെയും കൂട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ വെച്ച് സംസാരിക്കാം. നീ വേഗം ഇറങ്ങാൻ നോക്ക്. എടാ, നിന്നോടാണ് ഞാൻ ചോദിച്ചത്, എന്നാ കാര്യത്തിന് ആ ചെറുക്കനെ പിടിച്ച് അത്രയും തല്ലിയത്? അത് മനുവേട്ടാ, ആ ചെറുക്കൻ ഇവളുടെ കൂട്ടുകാരിക്ക് മെസ്സേജ്. അവളുടെ കൂട്ടുകാരിക്കല്ല മെസ്സേജ് അയച്ചത്, അല്ലാണ്ട് അവക്കൊന്നും അല്ലല്ലോ നീ ഇത്ര അവിടെ നിന്ന് തിളക്കാനായിട്ട്. അമ്മു, നിനക്കെന്താ പറ്റിയത്? നീ എന്നിട്ട് ചേട്ടനെ പോലെ തന്നെ ഇവനെ കൊണ്ട് അടി ഉണ്ടാക്കിപ്പിക്കാനായിട്ട് തുടങ്ങിയോ? അത് ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അമൃത വന്നിട്ട് അവൾക്ക് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനിത് സൂര്യേട്ടനോട് പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് കാർത്തിയേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടൻ ഇത്ര സീനാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. രാവിലെ സൂര്യൻ എന്താ പതിവില്ലാതെ നീ വന്നപ്പോഴേ ഞാൻ വിചാരിക്കണമായിരുന്നു എന്തോ ഉടായിപ്പുണ്ടെന്ന്. ആ ചെറുക്കൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോണില്ല. മനു, നിർത്തിക്കേ. 1/2 മണിക്കൂറായി നീ ഇവരെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ട്. അമ്മൂസെ, ദിവ്യമ്മ വിളിച്ചിട്ട് സൂര്യ ഇപ്പം വീട്ടിലെത്തിയെന്ന് പറഞ്ഞു. നീ അങ്ങോട്ട് ചെല്ല്. ചേച്ചി, അത് മോൾ ഇവൻ പറഞ്ഞു ഓർത്ത് വിഷമിക്കണ്ടെന്നേ. നീ ചെയ്തത് തെറ്റൊന്നും അല്ലല്ലോ. ചെല്ലാൻ നോക്ക്. എടാ കാർത്തി, നീയും കൂടെ അവളുടെ കൂട്ടത്തിൽ ചെല്ലേ. സൂര്യ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. വെറുതെ അവനെ കൊണ്ട് നിന്നെ കാണാനായിട്ട് ഇവിടം വരെ വരുത്തിക്കണ്ട. നോക്കി നിൽക്കാതെ ഇറങ്ങ പിള്ളേരെ. ഓക്കെ ഏട്ടത്തി, ഞാൻ പോയിട്ട് വരാം. എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? അയനെ നീ ഒരു ഒറ്റ അവനെ വളം വെച്ച് കൊടുക്കുന്നേ. അതിനിപ്രാവശ്യം കാർത്തി വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നോ? എടി, നിനക്ക് എന്താ ശരിക്കും പ്രശ്നം? നാളെ ആണെങ്കിൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് കോളേജിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കൊരു പിടിയില്ല. എടാ, ഇന്ന് കൃഷ്ണ എന്തായാലും തിരിച്ചു വരുന്ന ദിവസമാണ്. വെറുതെ എന്തിനാ ഇതൊക്കെ ചിന്തിച്ച് ഉള്ള സന്തോഷം കളയുന്നേ? നീ അവരെ വിളിച്ച് എവിടെ എത്തിയെന്ന് ചോദിക്കും.
അയ്യോ, ഇതിപ്പോ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. ഇന്ത്യക്ക് വീട് എവിടെയാ? ഉഗാണ്ടല്ലേ? ഹാ, ഇപ്പം എത്തുവന്നേ. ദേ ആ കാണുന്ന ഹോസ്പിറ്റലല്ലേ, അതിൻ്റെ പുറകിലായിട്ട് ഒരു കുറുക്ക് വഴിയുണ്ട്. അവിടെ കൂടി പോകുവാണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. കുറുക്ക് വഴിയോ? എടി, ഈ വഴി നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ അല്ലേ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ പോകാനെന്നും പറഞ്ഞ് നീ ഒരു കുറുക്ക് വഴി കാണിച്ചു തന്നിട്ട് അവസാനം നമ്മൾ പള്ളി സെമിത്തേരിയിലാണ് പോയി നിന്നത്. അന്നത്തെ പോലെ ഈ കുറുക്ക് വഴി പോയിട്ട് പിന്നെ പെരുവഴിയിൽ നിൽക്കേണ്ട അവസ്ഥയാകുമോ? ഇല്ല, ഇത് പേടിക്കാനൊന്നുമില്ല. യൂഷ്വലി ഞങ്ങൾ ഇതിലെ കൂടെയാണ് ഹോസ്പിറ്റലിൽ പോവാറ്. ആ വാ, ക്രോസ് ചെയ്. അയ്യോ, എൻ്റെ ഫോൺ. കൃഷ്ണ, റോഡിന് നടുക്കാണോടി പെണ്ണ ഇരിക്കുന്നേ? താൻ